ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബിജു, ബെൻസി, റോബി, ബോബി ആൻഡ് ടോബി, ടൊറന്റോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമുക്കൊരുമിച്ച് ഈ COVID-19 പ്രതിരോധ പ്രതിവിധി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല സഹോദരങ്ങൾക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ തക്കതിനവണ്ണം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള പരിമിതികൾ മൂലമാണ് അപ്രകാരമൊരു സംവിധാനം ഉണ്ടാക്കാതെ പൊതുവായിട്ട് നാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നാം ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അനേകായിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലർ പ്രത്യേകമായിട്ട് അവരുടേതായിട്ടുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നേരിട്ട് ബലഹീന എന്നോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ജൂൺ 6-ാം തീയതി ശനിയാഴ്ച മുതൽ ഒരു പ്രത്യേക സംവിധാനം ക്രമീകരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം ബ്രദറിനോടൊപ്പം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ആ പരിപാടി അത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്നോട് പറയുവാനുള്ളതും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും തത്സമയം സംപ്രേഷണം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് കൊറോണയുടെ മാത്രമല്ല, ബാക്കി പല രോഗങ്ങളാൽ കഷ്ടത്തിലും വേദനയിലും ആയിരിക്കുന്നവരുണ്ട്, പല പ്രശ്നങ്ങളാൽ മുൻപോട്ട് പോകാൻ കഴിയാത്തവരുണ്ട്, കടഭാരങ്ങളാൽ മുങ്ങിത്താഴുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ നാനാവിധ പ്രശ്നങ്ങളുള്ള അനേക സഹോദരങ്ങളാണ് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രയർ സോണിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് നാം ഊന്നൽ കൊടുക്കുന്നത് കൊറോണ രോഗികൾക്ക് വേണ്ടിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഒരുപാട് സഹോദരങ്ങൾ മറ്റ് പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രയർ സോണിലേക്ക് വിളിക്കാറുണ്ട്. അവരുടെ എല്ലാം വിഷയങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ സാധ്യമാകാത്തതുകൊണ്ടാണ് കൊറോണയ്ക്ക് വേണ്ടി മാത്രം ഈ സമയം വേർതിരിച്ചിരിക്കുന്നത്. കൊറോണയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്നോട് ചോദിക്കുവാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മുഖാന്തരമാണ്. കാരണം നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോഴും ടെലിഫോൺ ചെയ്യുമ്പോഴും ഒക്കെയും അത് പ്രയർ സോണിലെ സഹോദരങ്ങൾ അത് എഴുതിയെടുത്തിട്ടാണ് എന്നെ അറിയിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് തിരിച്ചങ്ങോട്ട് പറയാനുള്ള സാഹചര്യമില്ല. പൊതുവായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ എന്നോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും ആ സമയം തന്നെ പ്രാർത്ഥിക്കുവാനുള്ളൊരു സംവിധാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരം ബലഹീന എന്നെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് മറുപടി ലഭിക്കുവാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് ആ പ്രയർ സോണിലേക്ക് അയക്കുന്ന രീതിയിൽ തന്നെ എന്നോട് നേരിട്ട് സംസാരിക്കാം. അതിനുള്ള വിശദമായ വിവരങ്ങൾ നാം ചാനൽ കൂടെ തന്നെ ഇന്നു മുതൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാനും ഉള്ള ഒരു സാവകാശം ക്രമീകരിക്കപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ സംപ്രേഷണം ചെയ്യും. അതുകൊണ്ട് ചില കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യരുത് എന്ന് പറയാൻ സാധ്യമല്ല. ഇവിടെ ഏത് കോൾ വന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് പെട്ടെന്നൊന്ന് നിർത്തി വെച്ചിട്ട് എനിക്ക് മറുപടി പറഞ്ഞ് അങ്ങനെ പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പൊതുവായുള്ള സംപ്രേഷണം നിങ്ങളുടെ വിഷയങ്ങൾക്കുണ്ടാകും എന്നുള്ള ധാരണയിൽ ആയിരിക്കണം നിങ്ങൾ എന്നോട് ഓരോ വിഷയങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലും പ്രത്യേകമായിട്ട് ചില വിഷയങ്ങളുണ്ട്, വ്യക്തിപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതൊക്കെ പിന്നീടൊരു ബന്ധം സ്ഥാപിച്ച ശേഷം നിങ്ങൾക്ക് എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. അതിനുള്ള ഡീറ്റെയിൽസും തരുന്നതാണ്. അനേകായിരങ്ങൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാകുവാനാണ് ഇപ്രകാരമൊരു പൊതുവായ പ്രാർത്ഥന ക്രമീകരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായത് പല ശുശ്രൂഷ ഇതിനോടനുബന്ധിച്ച് നാം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ചില സഹോദരങ്ങൾക്കെങ്കിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം എന്ന്
ഉള്ള ആവശ്യവുമായിട്ട് പല പ്രാവശ്യം എന്നെ സമീപിച്ചു. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അതിനുള്ള മുഖാന്തരങ്ങളില്ലാത്തതുകൊണ്ടാണ് നാം ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ അതിൻ്റെ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്രകാരം ബലഹീന എന്നോട് നേരിട്ട് ചോദിക്കുവാനും നേരിട്ട് എൻ്റെ മറുപടികൾ ലഭിക്കുവാനും പ്രാർത്ഥനകൾ ലഭിക്കുവാനുമായിട്ട് ഉള്ള ഒരു സംവിധാനമാണ് ബ്രദറിനോടൊപ്പം എന്ന പരിപാടിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാനും അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സമാന പ്രശ്നങ്ങളുള്ള അനേകായിരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പകരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ചാനലിൽ കൂടി തന്നെ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. നാം ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്ന കൊറോണ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പലരുടെയും മറുപടികൾ ലഭിച്ചിട്ടില്ല, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുപാട് രോഗികൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു, നെഗറ്റീവായിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നുവെന്ന് പലരും എന്നെ വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ കൊറോണ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നാം തുടരുമ്പോൾ തന്നെ അതിലെ അംഗങ്ങളൊക്കെയും വളരെ രോഗികളായിട്ടുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം പ്രാർത്ഥിച്ച ഏതാണ്ട് 70% സഹോദരങ്ങളും സൗഖ്യം പ്രാപിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നും പ്രാർത്ഥിക്കുക, അതോടൊപ്പം പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന സഹോദരങ്ങൾ അറിയിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആദ്യമായി പ്രാർത്ഥിക്കുന്നത് ഈ COVID-19 രോഗനിമിത്തം ഏറ്റവും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതിനായിട്ടാണ്. ബീന, രാജി 3 മക്കൾ, ഇവർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. UAE നിന്നുള്ളവരാണ്. കർത്താവ് അവർക്ക് സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം കുവൈറ്റിൽ നിന്ന് സുനി, അനില എന്നീ സഹോദരിമാർക്ക് ഈ കൊറോണ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ചികിത്സയിലാണ്. അവർ കർത്താവ് സമ്പൂർണ്ണമായ സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് മേരിക്കുട്ടിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു ടെസ്റ്റ് കൂടെ ഇനിയും ചെയ്യാനുണ്ടോ അറിയാമല്ലോ. 2-3 പ്രാവശ്യം ഒരു ടെസ്റ്റ് ചെയ്യും. അതും നെഗറ്റീവായിട്ട് വന്ന് സൗഖ്യം പ്രാപിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ തക്കവണ്ണം ആ സഹോദരിയെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ന്യൂജേഴ്സിയിൽ നിന്നുള്ള ലില്ലിക്കുട്ടി ജോർജിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ന്യൂമോണിയ ഉണ്ട് എന്ന് പറയുന്നു. സൗഖ്യം ദൈവം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറ്റ് രോഗങ്ങളാൽ വലയുന്നവർ പ്രിയപ്പെട്ട മോഹൻ അബുദാബി, അദ്ദേഹത്തിന് ദൈവം സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത്രത്തോളം ദൈവം സൂക്ഷിച്ചു. ശീഘ്രത്തിൽ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരം ഒരുക്കപ്പെടുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിനു, കാൽഗറി, കാനഡയിൽ നിന്നുള്ള വിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ സർജറിയും തുടർന്ന കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാവേലിക്കരയിൽ നിന്ന് കുഞ്ഞുമോളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കോഴഞ്ചേരിയിൽ നിന്ന് സ്നേഹമായ ബിനു 14 വയസ്സുകാരിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടേതായിട്ടുള്ള കീമോതെറാപ്പി ആ കുഞ്ഞിൻ്റേത് അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ്. സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്നുള്ള പ്രിയപ്പെട്ട സോണിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഷാർജയിൽ നിന്ന് ജിബിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവല്ല എന്ന ടെസ്സിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുള്ള മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നേഴ്സിംഗ് കെയറിലായിരിക്കുന്ന സഹോദരിമാരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് രജി മേരി, കാവ്യ, ടോണിയ, ബീന, മോളമ്മ, ശാന്തമ്മ, ഷീബ, ജെൻസി, രേണു, റൂബി, ജെംസി തുടങ്ങിയ സഹോദരങ്ങളെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫിലഡൽഫിയിൽ നിന്ന് അന്ന ജോണിക്കുട്ടി, ബ്രൈറ്റി ജോൺ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ നിന്ന് നീനു, പോൾ, സിമി, ജോമോൾ തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദുബായിൽ നിന്ന് ലില്ലി ഓർത്ത് പ്രാർത്ഥിക്കാം. മായ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാർജയിൽ നിന്ന് നമുക്ക് സോഫിയ ഓർത്ത് പ്രാർത്ഥിക്കാം. ടിസി ഓർത്ത് പ്രാർത്ഥിക്കാം. അലയിൽ നിന്ന് എൽസി, ലിസി, സോണി, ലിജി എന്നിവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അയർലൻഡിൽ നിന്ന് സോണയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോഹയിൽ നിന്ന് ഷിബി, ജിതു, ഡിജി തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. UK നിന്ന് അഞ്ജലി പോൾ, ആനി ജോസഫ്, അഞ്ജലീന എന്നിവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫുജറയിൽ നിന്ന് വത്സപ്പയിലെ ഓർത്ത് പ്രാർത്ഥിക്കാം. അബുദാബിയിൽ നിന്ന് ജെയ്മി ഓർത്ത് പ്രാർത്ഥിക്കാം. ഡൽഹിയിൽ നിന്ന് പ്രിൻസി ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളെ ചികിത്സിക്കുന്ന
കൊറോണ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ റെബേക്കയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ സുശീലിനെ ദൈവം സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഡോക്ടർ റീന ന്യൂയോർക്കിൽ നിന്ന് ഈ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ റീനയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർ മാത്യു തോമസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അലയിലുള്ള ഡോക്ടർ ലിനോഡിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നേരിട്ട് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റുള്ള വ്യക്തിയാണ് ഡോക്ടർ ലിനോഡ്. അതോടൊപ്പം ഡോക്ടർ എലിസബത്തിനെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നേരിട്ട് കൊറോണ രോഗികളായിട്ട് ബന്ധമുള്ളവരാണ്. അവർക്ക് ദൈവം കർത്താവ് കരുണയും കാവലുമായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാനഡയിൽ നിന്നുള്ള രേഷ്മ സുനിലിന് കർത്താവ് സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജയിൽ മില്ലനിലായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി വരുവാൻ കൊണ്ടും കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആനി നാനനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാഷണലിൽ നിന്നുള്ള റെബേക്ക നാനനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ വിവാഹപ്രായമെത്തിയിരിക്കുന്ന മക്കൾ വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ബെക്കി, നേനു, ലിജി, അതോടെ ഡോക്ടർ മെറിൻ റോയ്, ടെസി, റെനീറ്റ, ദിവ്യ, ഡോക്ടർ ദിവ്യ തിരുവനന്തപുരം, ഇവരെ ഓർത്ത് നമുക്ക് വിവാഹത്തിന് വേണ്ടി പ്രത്യേകം അവരുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലായിരിക്കുന്ന ടോബിൻ, അഞ്ജന, സൈജു, ഗോപ് കുമാർ തുടങ്ങിയവരെ ഓർത്ത്, ലീന, ലിനി തുടങ്ങിയവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നോവൽ ആൻഡ് ജിതു, അതോടൊപ്പം തന്നെ നിറ്റുവിനെയും നിമ്മിയും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കർത്താവ് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. പരീക്ഷകൾ അടുത്ത് വരികയാണ്. SSLCയുടെ പരീക്ഷകളുണ്ട്, 12th പരീക്ഷകളുണ്ട്. അതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് നടത്തപ്പെടുന്നത്. അവിടെയൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നതിനായിട്ടും പുതിയ സംവിധാനങ്ങളിൽ അവരെ ദൈവം കാത്ത് പരിപാലിച്ച് അനുഗ്രഹപ്രദമായിട്ട് സുരക്ഷിതത്വം നൽകുവാനോ പരീക്ഷ എഴുതുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാലു കുവൈറ്റിൽ ഷാർജയിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അനിലിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട റീസയുടേതായിട്ടുള്ള ഇൻ്റർവ്യൂ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ലക്ഷങ്ങളുള്ളിടത്ത് 1, 2, 3 അല്ലെങ്കിൽ 5, 50 പ്ലെയിൻ വന്നാലൊന്നും ഇവിടെ ആളുകൾക്ക് എത്തിപ്പറ്റാൻ കഴിയുകയില്ല. അപ്പം ദൈവം അതിന് അത്ഭുതമായ മുഖാന്തരം ഒരുക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാട്ടിലും ഈ രോഗവ്യാപനത്തിന് വളരെയേറെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ കർത്താവ് കാത്തു സൂക്ഷിച്ച് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഇതിന് ഒരു പ്രതിരോധവും പ്രതിവിധിയും കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ടും ഈ മാനവ സമൂഹത്തോടെ കരുണ തോന്നുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇതിനെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, വലിയേറെ സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ രോഗികളെയും രോഗനിമിത്തം വലയുന്നവരെയും രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ കഷ്ടവും നഷ്ടവും സഹിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീരനാം ദൈവമേ, അത്ഭുത മന്ത്രി, അവിടുന്ന് തന്നെ ഞങ്ങളുടെ നായകനും നടത്തിപ്പുകാരനുമായി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികൾക്ക് നീ സൗഖ്യദായകനാണ്. കഷ്ടങ്ങൾ നീ ഏറ്റവും അടുത്ത തുണയാണ്. നീ ഞങ്ങളെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകായികളായ ക്യാമ്പുകളിലും മറ്റനേക സാഹചര്യങ്ങളിൽ ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട്. കർത്താവേ, ഈ രോഗനിമിത്തം വലയുന്നവരുണ്ട്. അവർക്കൊക്കെ നീ സഹായക്കാരനും സൗഖ്യദായകനുമായി പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഗുരുതരമായ രോഗങ്ങൾ മൂലം ആശുപത്രിയിലായിരിക്കുന്ന മറ്റ് സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും വിടുതലും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന പെൺമക്കളുണ്ട്. അവർക്ക് വേണ്ടി നീ വാതിൽ തുറക്കണമേ. അനുയോജ്യമായ തുണകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കണം. കൂടാതെ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുണ്ട്. അവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അത്ഭുതകരമായ രീതിയിൽ നീ അവർക്ക് വേണ്ടി കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കരുതിയിട്ടുള്ള ഓരോരുത്തരെയും നീ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ അവർക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. നാട്ടിലേക്ക് കടന്നു വരുവാൻ തക്കോണം ആഗ്രഹിച്ച് കാത്തു കിടക്കുന്ന അനേകരുണ്ട്. കർത്താവെ,
അത്ഭുതകരമായ രീതിയിൽ അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നീ പ്രസാദിച്ച് പ്രവർത്തിക്കണമേ. അനേക ഗർഭിണികളുണ്ട്, അവർക്ക് യാതൊരു വിധത്തിലുള്ള ചികിത്സയോ തുണയോ ഇല്ലാതെ അവർ കഷ്ടപ്പെടുന്ന കർത്താവേ, നീ അവരെ ഓർക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിമാർക്ക് ഒരു അപകടം അനർത്ഥം ആപത്തും വരാതെ, അവരുടെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു ആപത്തും അനർത്ഥം വരാതെ, അവർക്കൊക്കെ സുരക്ഷിതമായി ഇവിടെ വന്നെത്തുവാൻ തക്കവണ്ണം അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ഞങ്ങളുടെ സകല വഴിയിലും സഹായിക്കണമേ. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടാരങ്ങൾക്ക് നീ കാവൽക്കാരനായിരിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ നീ സൂക്ഷിക്കണമേ. അവർ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ ഈ മഹാമാരിയിൽ നിന്നും അവരെ രക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കണം. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലുമായിക്കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ നയിപ്പാൻ തക്കവണ്ണം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കൊറോണ എന്ന മഹാമാരി നിമിത്തം ലോകം ഏറ്റവും വലിയ കഷ്ടത്തിലായിരിക്കുകയാണ്. ഈ നിമിഷം വരെ ഏതാണ്ട് 53 ലക്ഷം ജനങ്ങൾക്കാണ് ഈ രോഗം ബാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 3.5 ലക്ഷം ജനങ്ങളുടെ അടുത്ത് ഈ രോഗനിമിത്തം ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഭയാനകമായ രീതിയിൽ ഈ രോഗത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ലോകരാജ്യങ്ങൾ പകച്ചു നിൽക്കുമ്പോഴാണ് നാം ഇതിനുവേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവജനത്തിന് എപ്പോഴും ആയുധമായിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഇതിനൊരു പ്രതിരോധം കണ്ടുപിടിക്കണം, പ്രതിവിധി കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഈ രോഗവ്യാപനത്തെ തടയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ വ്യാപകമായ രീതിയിൽ രോഗം പടരുന്നത് തടയണമെങ്കിൽ ഇതിന് അനുയോജ്യമായ രീതിയിലുള്ള പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള പ്രതിവിധികൾ, പ്രതിരോധങ്ങൾ കണ്ടുപിടിക്കണം. നേരത്തെയുള്ള ദൂതുകളിൽ ഓർമ്മിപ്പിച്ചതുപോലെ സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഈ കെടുതിയെ നിയന്ത്രിക്കുവാനും ഈ കെടുതിയെ എന്നേക്കുമായിട്ട് മാറ്റിക്കളയുവാനും സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ ദൈവജനത്തിന് എങ്ങനെയാണ് പ്രതികരിക്കുവാൻ കഴിയുന്നത്? നമുക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. പ്രതിവിധിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കൈകളെ ബലപ്പെടുത്തുന്നതിനായിട്ട്, പ്രതിരോധത്തിനായിട്ട് വാക്സിൻസ് കണ്ടുപിടിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടേതായിട്ടുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അനേകരിലേക്ക് ഇത് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. നിരന്തരമായ പ്രാർത്ഥനയാണ് ഈ വലിയ മഹാമാരിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കൊറോണ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാം കൊറോണ വൈറസ് എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് നാം കാണുന്നത്. ഒന്ന്, ഈ വൈറസിന് ഇതുവരെയും പ്രതിരോധമില്ല. അത് വരാതിരിക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല, പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല, പ്രതിവിധി കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല, മാത്രമല്ല വ്യാപനം തടയുവാനും കഴിയുന്നില്ല. Today we find that more than 53 lakhs of people are infected with this virus. More than 3.4 lakhs of people have died because of this pandemic. They are trying to find a solution for protection, and they are also trying to find a cure for it. But so far, they could not come to a conclusion. Many nations are trying, many scientists are trying, but there is no panacea for this pandemic so far. Now, as a child of God,
we have to pray. Pray to strengthen the hands for all who are trying to find a solution. And at the same time, what should be our attitude in such situations? I am talking about children of God who are guided by the Spirit of God. I am not talking about people who are just called Christians. I am talking about people who are led by the Spirit of God. ഒരു ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? ചുറ്റുപാടും ഈ മഹാമാരി ഉണ്ട്, അനേകമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നാം പഠിക്കേണ്ടതെന്താണ്? ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ഈ കൊറോണ സമാനമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കൊറോണ എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നാം പഠിക്കേണ്ടത്. 1, പ്രതിരോധമില്ല. 2, പ്രതിവിധിയില്ല. 3, വ്യാപനത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ വ്യാപന നിമിത്തം നാശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. ഈ സ്വഭാവങ്ങളുള്ള അനേകമായ സംഭവങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയെ എങ്ങനെയാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ തരണം ചെയ്തതെന്ന് തിരുവചനം പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേകമായ പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ പ്രത്യേകതകളാണ്. നാം കൊറോണ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രോഗത്തിന് ചില സ്വഭാവങ്ങളുണ്ട്. അതാണ് ഈ പറഞ്ഞ 3 സ്വഭാവങ്ങൾ. അപ്പോൾ ഇതിന് സമാനമായ അനേകമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ ശരീരത്തിൽ അണുക്കളായിട്ട് പ്രവേശിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന, തളർത്തിക്കളയുന്നതായിട്ടുള്ള COVID-19 സമാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ. കാരണം പരിഹാരം തേടുവാൻ കഴിയത്തില്ല, വരാതിരിക്കുവാൻ യാതൊരു രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുവാൻ കഴിയത്തില്ല. മാത്രമല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന നാശകരമായ വ്യാപനത്തിൻ്റേതായിട്ടുള്ള അവസ്ഥ. ഈ ഒരു പന്താവിലൂടെ കടന്നുപോയ അനേക ദൈവമക്കളെ അല്ലെങ്കിൽ അനേക വിശ്വാസികളെ, വിശ്വാസവീരന്മാരെ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അവരെങ്ങനെയാണ് ഇപ്രകാരമുള്ള സംഭവ വികാസങ്ങളെ അല്ലെങ്കിൽ കൊറോണയുടെ സമാനമായ സ്വഭാവഗതികളുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ട് വിജയിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്രകാരം അവരുപയോഗിച്ച അതേ മാർഗം നമുക്കും ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രത്യേകമായ രോഗത്തെയും കീഴടക്കുവാൻ കഴിയും. അപ്പോൾ ദൈവജനത്തിന് അങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള മാതൃകകൾ തിരുവചനത്തിലുണ്ട്. നാം അതിനെ തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൊറോണ രോഗനിമിത്തം ഇന്ന് വലയുമ്പോൾ അതേ സമാന സ്വഭാവമുള്ള പ്രശ്നങ്ങൾ മനുഷ്യജീവിതത്തെ പലപ്പോഴും തകർക്കുന്നു. We speak about this coronavirus and the pandemic, but there are similar problems of different categories, same characteristics which strike human lives and they cannot go forward. It's not necessary that they become sick, but problems of the same magnitude which cannot be stopped, which have no solutions and which spread disaster, have stricken so many people in the past, and we find so many biblical characters going through that. But how have they conquered it? That's the most important thing. They have conquered it in a specific manner, with their trust in God, with their faith in God, with their hope in God, and above all, with prayers. അവരൊക്കെയും ഇപ്രകാരമുള്ള COVID-19 സമാനമായ സ്വഭാവങ്ങളുള്ള പ്രയാസ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ അവർ അതിനെ കീഴടക്കിയത്
അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്, ദൈവത്തോടുള്ള വിശ്വസ്തതയാലാണ്, ദൈവത്തിനു വേണ്ടിയുള്ള തീഷ്ണതയാലാണ്, അത് നിരന്തരമായ പ്രാർത്ഥനയാലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. ഞാനൊരു വ്യക്തിയുടെ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ്. ഇപ്രകാരമുള്ള കൊറോണ സമാനമായ സ്വഭാവങ്ങളുള്ള 3 പ്രതിസന്ധികളെ അവൻ്റെ ജീവിതത്തിൽ നേരിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും കുറഞ്ഞതാണ് ഈ 3 സംഭവ വികാസങ്ങൾ. ഒന്ന്, അവൻ മല്ലനായ ഗോലിയാത്തിനെ നേരിട്ടപ്പോൾ. ഗോലിയാത്ത് എന്ന് പറയുന്നവന് 9 അടി 9 ഇഞ്ച് നീളമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടുകയാണ്. യഹോവയാം ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് അവനെ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിട്ട് അവൻ്റെ ഭവനത്തിൽ വെച്ച് അഭിഷേകം ചെയ്യുന്നുണ്ട്. അതോടെ അവസാനിച്ചു. ദാവീദ് വീണ്ടും ആട്ടിടയനായിട്ട് കടന്നു പോകുന്നു. എന്നാൽ ഇസ്രായേൽ ഫെലിസ്ത്യ സൈന്യത്തെ നേരിട്ടുകൊണ്ട് ഏലാ താഴ്വരയിൽ അണിനിരക്കുകയാണ്. ദാവീദിൻ്റെ 3 സഹോദരന്മാർ, അവർ ഇസ്രായേൽ സൈന്യത്തിലെ പടയാളികളാണ്, ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ദാവീദ് തൻ്റെ ഭവനത്തിലെ 8ാമനാണ്. അപ്പോൾ ദാവീദ് ഒരു ദിവസം ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അവൻ്റെ പിതാവ് ഇശ്ശായി അവരോട് പറയുകയാണ്, അതെ, നീ ഭക്ഷണം കൊണ്ട് നിൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം, അവരെ പടക്കളത്തിലാണ്. അങ്ങനെ ദാവീദ് തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണവുമായിട്ട് കടന്നു ചെല്ലുമ്പോഴാണ് ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കുന്നത്. ഏലാ താഴ്വരയിൽ ഇസ്രായേൽ മക്കൾ അണിനിരന്നിരിക്കുകയാണ്, ഇസ്രായേൽ സൈന്യം അണിനിരിക്കുകയാണ്. മറുവശത്ത് ഫിലിസ്തീൻ സൈന്യം അണിനിരന്നിട്ടുണ്ട്. അതിൽ ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ്, ആരെങ്കിലും എന്നെ നേരിട്ട് എന്നെ തോൽപ്പിക്കുമെങ്കിൽ ഞങ്ങൾ കീഴടങ്ങാം. മറിച്ച് ആ യുദ്ധത്തിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഒരൊറ്റ വ്യക്തി മാത്രം നിങ്ങൾ കീഴടങ്ങണം. 40 ദിവസമാണ് ഈ വെല്ലുവിളി മുഴങ്ങിക്കൊണ്ടിരുന്നത്. 40ാമത്തെ ദിവസമാണ് ദാവീദ് ഇത് കേൾക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവൻ ഈ ഗോലിയാത്തിനെ നേരിടുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ശൗൽ അവനോട് പറയുകയാണ്, നീ ഒരു ചെറുപ്പക്കാരനാണ്, നിനക്ക് അവനെ നേരിടാനുള്ള ശക്തിയില്ല. പക്ഷേ ദാവീദിന് പറയുവാനുള്ളത്, ദൈവം പ്രവർത്തിക്കും, യുദ്ധം യഹോവയ്ക്കുള്ളത്, അതെ, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ടുകൊണ്ട് ദാവീദ് പറയുകയാണ്. അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന് നേരിടുവാൻ കഴിയാതിരുന്ന ഗോലിയാത്തിനെ ദാവീദ് ഏകനായിട്ട് നേരിടുകയാണ്. ദാവീദിനുള്ള തീഷ്ണത, ഈ ഗോലിയാത്ത് ദൈവജനത്തെ നിന്ദിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. അത് ദാവീദിനെ ചൊടിപ്പിച്ചു. കാരണം അത് ദൈവത്തെ നിന്ദിക്കുകയാണ്. അപ്പോൾ ദൈവം എനിക്കെന്ന വിജയം തരും, ഫിലിസ്തീൻ സൈന്യങ്ങളെ ഇന്ന് ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കുവാൻ തക്കോണം ചിതറിച്ചു കളയുമെന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി 5 കല്ലുകൾ അവിടുന്ന് പെറുക്കിയെടുത്ത് അവൻ ഗോലിയാത്തിൻ്റെ നേരെ ചെല്ലുകയാണ്. നമുക്കറിയാം സംഭവങ്ങളൊക്കെ. അവനൊരു കല്ലെടുത്തെറിഞ്ഞു, അത് നെറുകയിൽ തറച്ചു, അവൻ വീഴുകയാണ്, കമന്നടിച്ച് വീണു. ദാവീദ് അവൻ്റേതായിട്ടുള്ള വാളുകൊണ്ട് ഗോലിയാത്തിൻ്റെ തന്നെ വാൾ ഉപയോഗിച്ച് അവൻ്റെ തല വെട്ടിയെടുത്ത് മടങ്ങി വരികയാണ്. ഇവിടെ മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കൾക്ക് യാതൊരു മാർഗവുമില്ല. ഇവരെ നേരിടുവാനുള്ള ധൈര്യവും കഴിവുമില്ല.
രാവിലെയും വൈകിട്ടും ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ഓടിപ്പോകും. ഇസ്രായേൽ രാജാവ് ഉൾപ്പെടെയുള്ളവരാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ 40-ാമത്തെ ദിവസമാണ് ദാവീദ് ഇത് കേൾക്കുന്നത്. ഫിലിസ്തീയ സൈന്യം ജയിക്കുകയാണെങ്കിൽ നാശമാണ്, ഇവരെ കൊന്നൊടുക്കി നശിപ്പിച്ചു കളയും. അപ്പോൾ അവിടെ നാം കാണുന്നത് നിലനിൽപ്പിന് വേണ്ടി തന്നെയുള്ള ഒരു വലിയ അവസ്ഥയാണ്. We find how Goliath was challenging the children of Israel. There is no remedy at all. They could not face the giant. So the threat is always there. They could not do that. Just like the coronavirus. There is no defense. There is no protection. Then, even a kidakkur, then nobody could conquer him. He is there as a challenge. Nobody dares to conquer him. That again is the situation now. And the moment he wins, he will judge the Philistines. The Philistine army would come and completely destroy the children of Israel. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഭീഷണി നേരിട്ട ആദ്യത്തെ സന്ദർഭമാണ്. മല്ലനായ ഗോലിയാത്തിനെ നേരിട്ട അവസ്ഥ. ഞാനതിനെ കൊറോണ സമാനമായ കാര്യമെന്ന് വിശേഷിപ്പിക്കും. കാരണം പ്രതിരോധമില്ല, പ്രതിവിധിയില്ല, നാശത്തിൻ്റെ വ്യാപനത്തെ തടയുവാൻ സാധ്യവുമല്ല. ദാവീദ് അചഞ്ചലമായ വിശ്വാസം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പ്രത്യാശ കൊണ്ട്, തീക്ഷ്ണത കൊണ്ടാണ് അതിനെ കീഴടക്കുന്നത്. രണ്ടാമതായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ കൊറോണ വൈറസ് പോലെ കടന്നു വന്ന വ്യക്തിയാണ് ശൗല്. ശൗലിന് ദാവീദിനോട് അസൂയയായി. ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ഇസ്രായേലിൽ ദാവീദ് ഒരു വലിയ വീരപുരുഷനായി, വലിയ പ്രായമൊന്നുമില്ലല്ലോ, ചെറുപ്പക്കാരനാണ്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ഇസ്രായേലിലെ സ്ത്രീകൾ പാടിയപ്പോൾ അത് ശൗലിന് അനിഷ്ടമായി. അസൂയ അവനിൽ കത്തിജ്വലിച്ചു. അവൻ ദാവീദിനെ കൊന്നൊടുക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം അവൻ ചെയ്തു. തൻ്റെ സ്വന്തം മകളെ ദാവീദിന് ഭാര്യയായിട്ട് നൽകി. പക്ഷേ ദാവീദിനോടുള്ള പക നിമിത്തം അവളെ പിടിച്ച് വേറൊരുത്തനെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല അവന് ദാവീദിനെ വേട്ടയാടുവാൻ തക്കവണ്ണം, കൊന്നൊടുക്കുവാൻ തക്കവണ്ണം 3000 തിരഞ്ഞെടുത്ത പടയാളികളുമായിട്ട് ദാവീദിനെ പിന്തുടരുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവന് മുൻപോട്ട് പോകാനൊരു മാർഗവുമില്ല, ഒരു പ്രതിരോധവുമില്ല. ഇസ്രായേലിലെ രാജാവാണ് അവൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത്. രാജാവിനെ നിർത്തുവാൻ ഒരു പ്രതിവിധിയുമില്ല. ഇതിൻ്റെ നടുവിൽ അവൻ്റെ മുൻപിലുള്ളത് നാശമാണ്. നാം 57-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ശൗലിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ രചിച്ച സങ്കീർത്തനം എന്താണ് പറയുന്നത്? ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വീണ്ടും 59-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടായിട്ട് എഴുതിയിരിക്കുന്നത്, ദാവീദിനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന സമയത്ത് ചമച്ചത്. അവൻ്റെ മുൻപിൽ അവൻ ഇറങ്ങാനും സാധ്യമല്ല, രക്ഷപ്പെടുവാനും സാധ്യമല്ല. ശൗലിൻ്റെ സൈന്യത്തിൻ്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. പ്രതിരോധമില്ല, പ്രതിവിധിയില്ല, നാശമാണ് മുൻപിൽ. അപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 59-ാം സങ്കീർത്തനം ആ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 59-ാം സങ്കീർത്തനം 1-ാം വാക്യം. എനിക്കെതിരെ ഉയർന്നിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എൻ്റെ പ്രാണനായിട്ട് പതിയിരിക്കുന്നു. ഇപ്രകാരം ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിവില്ലാതെ ജീവിതം നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിലാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിൽ വിജയം നേടുന്നത്. We find
David being hunted by Saul. He wanted to destroy him. And we find Psalms 59 and also Psalm 57 are prayers by David on such occasions. He prays to God when there are no ways for him to go forward. We find in Psalm 59 that his house was surrounded by the enemies. There is no solution. He cannot get out. He will be destroyed. In such a situation, we find him crying out to God. They are trying to kill me. But he was praying, God save me from my enemies. And we find God miraculously saving him. So his weapon was prayer. Not simple prayer, prayer with faith, prayer with hope. See, when you are surrounded on all four sides by the mighty soldiers of the Israeli army, what hope can you have? You are all alone and you are going to be attacked. In any moment, they will crush the house and they will finish him off. But David prays, and we find God miraculously saving him. So we find these two psalms are prayers of David when he met with such a situation. A situation which is similar to the corona pandemic. There is no protection and there is no panacea, no cure for it. And the result is going to be a disaster. മുൻപോട്ട് പോകാൻ മാർഗമില്ല, പ്രതിരോധിക്കുവാൻ തക്കവണ്ണം കഴിവില്ല. കാരണം നാല് ചുറ്റും സൈന്യം വളഞ്ഞിരിക്കുകയാണ്. പ്രതിവിധിയില്ല, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതിൻ്റെ അവസാനം നാശമാണ്. ഇന്നത്തെ ഈ മഹാമാരിയുടെ അതേ അവസ്ഥയിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. പക്ഷെ അവിടെ ദാവീദ് എന്താ ചെയ്തത്? എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എനിക്കെതിരെ ഉയർന്നിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെയും നടുവിൽ ദാവീദ് പ്രാർത്ഥന കൊണ്ട് വിജയം നേടുന്ന ഒരു മഹത്തായ മാതൃകയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ വ്യക്തി അബ്ശാലോമാണ്. അബ്ശാലോം രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് യെരുശലേമിലേക്കാണ് വരുന്നത്. രാജാവിൻ്റെ ഓമനപുത്രനാണ്. അവൻ രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ദാവീദിൻ്റേതായിട്ടുള്ള സിംഹാസനം പിടിച്ചെടുക്കുകയാണ്. ദാവീദ് സിംഹാസനം വിട്ട് ഓടിപ്പോവുകയാണ്. അവനോടൊപ്പം വിശ്വസ്തരായിരിക്കുന്ന ചിലരുമായിട്ട് അവൻ യഹൂദ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. 3-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അതിനൊരു തലക്കെട്ടുണ്ട് 3-ാം സങ്കീർത്തനത്തിന്. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടി. ഈ കൊറോണ സമാനമായ പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് തൻ്റെ മകനിലൂടെയാണ്. യു ഫൈൻഡ് just like this corona pandemic, we find a great problem facing David. He has lost everything. And we find Absalom declaring himself as the king. Everything is lost. And David runs away to the Judean deserts. When you read Psalm 3, you find the title. This is a psalm which he had sung when he was running away from Absalom, when he was leaving Jerusalem. എന്താണ് 3-ാം സങ്കീർത്തനത്തിൽ പറയുന്ന 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും? യഹോവേ, എൻ്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കുന്നു, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. Everything is finished. You see, my enemies are numerous. And
They say, God can never save him now. He has to run away. He is running away. People are all saying, oh, he was praying to God. He was doing that, this. But that's of no use because Absalom has already come and he has already gone into the palace, declared himself as the king. 4-ാം വാക്യം കാണുമ്പോൾ അവിടെ ഇപ്രകാരമാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്യും. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവൻ എനിക്ക് ഉത്തരമരുളും. ആ പ്രത്യാശയോടാണ് പ്രാർത്ഥിക്കുന്നത്. നാം 61-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ദാവീദിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നു. He prays, but when? That's a question. How does he pray? We find that in all these situations, David was victorious by his prayers. But when did he pray? എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? 61-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, യഹോവേ നീ എൻ്റെ ദൈവം ആകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നാം കാണുന്നത് അധികാലത്ത് അവൻ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്. ഈ പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ നന്നായി രാവിലെ എഴുന്നേറ്റ് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 61-ാം സങ്കീർത്തനത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു, യഹോവേ നീ എൻ്റെ ദൈവമാകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അതിരാവിലെയുള്ള പ്രാർത്ഥന. ഇന്ന് പലരും ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുടേതായിട്ടുള്ള മാതൃക നിങ്ങൾ കാണിച്ചിരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ സമയം അതിരാവിലെയാണ്, സൂര്യോദയത്തിന് മുൻപ്. ലോകമുറങ്ങുകയാണ്, മറ്റ് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളുമില്ല, ശബ്ദങ്ങളില്ല, ഒന്നുമില്ല. നാം 3-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയിരിക്കുന്നതിനാൽ ഉണർന്നിരിക്കുന്നു. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദാവീദ് ഉറങ്ങുകയാണ് സുഖമായിട്ട്. അവൻ ഉണരുന്നത് ദൈവം ഉണർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. യഹോവ എന്നെ താങ്ങിയതിനാൽ ഉണർന്നിരിക്കുന്നു. അപ്പോൾ രാത്രി ഉറങ്ങുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ്. നന്നാ വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അന്ന് നേരിടേണ്ട കാര്യങ്ങളൊക്കെയും ദൈവത്തോട് പറയുകയാണ്. ദൈവവുമായിട്ട് സംസർഗം ചെയ്യുവാനുള്ള ഏറ്റവും വിലപ്പെട്ട സമയം അത് അതിരാവിലെയാണ്. പിന്നെ ഞാൻ ഒരു ധ്യാന സമാഹാരം എഴുതിയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രം ധ്യാനിക്കുവാനുള്ള ധ്യാന സമാഹാരമാണ്. അതിരാവിലെ തിരുസന്നിധിയിൽ എന്നും സൂര്യോദയത്തിന് മുൻപ് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ധ്യാനിക്കുവാൻ തക്കവണ്ണം അതിരാവിലെ തിരുസന്നിധി എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അതിരാവിലെ എന്ന് പറയുമ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നുമല്ല. അതെ, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഗൗരവമനുസരിച്ചാണ് സമയത്തിൻ്റെ ദൈർഘ്യം കൂടുന്നത്. പ്രാർത്ഥനാ വിഷയങ്ങളുടേതായിട്ടുള്ള ബാഹുല്യം ആണ് ആ പ്രാർത്ഥനാ സമയം കൂട്ടുന്നത്. ചിലപ്പോൾ 4 മണിക്കാകാം, പിന്നെ പോയാൽ 3 മണി. 4-ാം യാമത്തിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ സമയം. കാരണം യാതൊരു രീതിയിലുള്ള ഇടപെടലുകൾ ഒരിടത്തൊന്നുമില്ല.
ദൈവവുമായിട്ട് മാത്രം സംസർഗം ചെയ്യുന്ന വിലപ്പെട്ട സമയം. ഏത് വൈറസും വന്നോട്ടെ, നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട്, അവനുള്ള സകലത്തെയും സമർപ്പിച്ചുകൊണ്ട്, അവൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അവൻ്റെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അവൻ്റെ പ്രതിസന്ധികളെ സമർപ്പിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കേണ്ട സമയമാണ് ഈ പ്രഭാതവേള. പ്രഭാതമെന്ന് പറയുവാൻ സാധ്യമല്ല, രാത്രിയുടെ അവസാന യാമമാണ്. നാം കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അധികാരത്തെ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അതിരാവിലെ എന്ന് പറയുമ്പോൾ വെളുപ്പിനെ, ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല. അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. അവൻ തനിച്ചു പോവുകയാണ്. ഒരു നിർജ്ജന പ്രദേശത്ത് ആരുമില്ല, തനിച്ചാണ്. എന്നിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ജനത്തിൻ്റെ തിരക്കില്ല, ശിഷ്യന്മാരുടെ സാമീപ്യമില്ല, മറ്റൊന്നുമില്ല. തനിച്ച് ആയിരിക്കുവാൻ തക്കതിവണ്ണം അവൻ അവരെ വിട്ട് പോവുകയാണ്. നന്നാ ഇരുട്ടുള്ളപ്പോൾ. അത് വളരെ വ്യക്തമായിട്ട് മർക്കോസ്ലിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് എപ്പോഴേ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ. So we find in the life of Jesus that he prayed early in the morning. That's the fourth watch. The sun has yet to arise. There is still darkness. It's not even twilight, it is darkness prevailing. And that's what Jesus did. There was still darkness. He went out, went to a place where there's nobody, and he was praying there. That's the most effective prayer. When all the disturbances are cut off, you can convey everything to your Heavenly Father. നമ്മുടെ സങ്കടങ്ങൾ മുഴുവനായിട്ട് ദൈവസന്നിധിയിൽ പകരുവാൻ പറ്റിയ സമയമാണ്. കൂടെയുള്ളവരാരും അറിയുകയില്ല, ഭവനത്തിലുള്ളവരാരും അറിയുകയില്ല. ഭാര്യ പ്രാർത്ഥിക്കുന്നത് ഭർത്താവ് അറിയത്തില്ല, ഭർത്താവ് പ്രാർത്ഥിച്ചാൽ ഭാര്യ അറിയുകയില്ല. സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരവസ്ഥ. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ രോഗത്തിൻ്റെ കെടുതികളുടെ നടുവിൽ എത്ര പേർക്ക് ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് തിരുവചനം കാണിച്ചു തരുന്ന അതിമഹത്തായ മാതൃകയാണിത്. കൊറോണയുടെ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ നമ്മെ നാലുപാട് ചുറ്റുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയം നേടിത്തരുന്ന ഈ പ്രാർത്ഥനയാണ്. സാക്ഷാൽ കൊറോണ രോഗം തന്നെ നമ്മളെ ചുറ്റുമ്പോൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് വിജയം നേടിത്തരുവാൻ തക്കതിരുവണ്ണം ഈ പ്രാർത്ഥന മുഖാന്തരം ഒരുക്കുകയാണ്. കാരണം ദൈവജനത്തിൻ്റെ ബലം പ്രാർത്ഥനയാണ്. എന്നും ഉള്ള പതിവ് പ്രാർത്ഥനയല്ല. പിന്നെയോ നമ്മുടെ ഹൃദയങ്ങളുടെ അഗാധങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന സങ്കടയാചനകൾ, നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗോന്നതങ്ങളിലേക്ക് പകരുന്നതായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള നിമിഷങ്ങൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ എത്തുന്ന സമയം. നാം ഇവിടെ 5-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം കേൾക്കണമേ എന്നവൻ അപേക്ഷിക്കുകയാണ്. 2-ാം വാക്യത്തിൽ താൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണം. എന്നിട്ടാണ് പറയുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ. രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ദി ഇൻ ദ മോർണിംഗ്. സോ വെൻ യു വെയിറ്റ് ഫോർ ഹിം ഇൻ പ്രയർ ഇൻ ദ മോർണിംഗ്, ഹി വിൽ ആൻസർ യു. യു സീ, and that is an example set by Jesus himself. But the problem is, this is the best time of sleep. When you sleep,
the best time to sleep is the early hours of the day. നമുക്ക് ഉറങ്ങുവാൻ തക്കവണ്ണം പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ 4-ാം യാമം. ഭയങ്കരമായിട്ട് ഉറങ്ങുവാൻ തക്കവണ്ണമുള്ള അവസരമാണ്. കാരണം ചെന്ന് കിടക്കുമ്പോൾ പലവിധമായ അസ്വസ്ഥതകളുണ്ട്. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് അവസാനം ഉറങ്ങുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗാഠമായ നിദ്ര വരുന്ന സമയമാണ് ഈ സമയം. പിന്നെ ഉറക്കം വന്നില്ലെങ്കിൽ പോലും നമുക്ക് എഴുന്നേൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഈ സമയം. പലപ്പോഴും അനേക സഹോദരങ്ങൾക്ക് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ വളരെയധികം മടിയാണ്, തടസ്സമാണ്. ശലോമോൻ പറയുന്നുണ്ട് സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ, മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും. ഉറക്കം തുടരുകയാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുകയാണ്. ഒരു പക്ഷേ സൂര്യോദയത്തിന് ശേഷവും കിടന്നുറങ്ങുന്നവരെ കുറിച്ചായിരിക്കാം ശലോമോൻ പറയുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. കാരണം ഉറക്കത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ മണിക്കൂറുകളിൽ നിനക്ക് എഴുന്നേൽക്കുവാൻ കഴിയുമോ? അതിന് മടിയാണ്. നീ എത്ര നേരം കിടന്നുറങ്ങുമെന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ മുൻപിലുള്ള അതിഭീകരമായ പ്രശ്നങ്ങളാണ്. ഈ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ മുതൽ ഓരോ പ്രതിസന്ധികളാണ് കാത്തു നിൽക്കുന്നത്. രോഗങ്ങളാണ് കാത്തു നിൽക്കുന്നത്, രോഗവ്യാപനമാണ് കാത്തു നിൽക്കുന്നത്, രോഗനിമിത്തം ഉണ്ടായിരിക്കുന്ന അനേകമായ പ്രശ്നങ്ങളാണ് നിന്നെ വിഴുങ്ങുവാൻ കാത്തു നിൽക്കുന്നത്. പ്രഭാതം പൊട്ടിവിടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രവർത്തന നിരതരാണ്. എനിക്ക് ദൈവസന്നിധിയിൽ വേറിട്ട് കാര്യങ്ങളൊന്നും പറയുവാൻ സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശലോമോൻ പിതാവ് പറയുന്നത്, മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും. നിനക്ക് ദൈവസന്നിധിയിൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിൻ്റെ എല്ലാ പ്രതിസന്ധികളും സമർപ്പിക്കുവാനുള്ള വിലപ്പെട്ട ഒരു സമയം നിൻ്റെ സ്വന്തം സ്വാതന്ത്ര്യത്തിലുണ്ട്. അവിടെ നിനക്ക് എന്തു വേണമെങ്കിലും ദൈവത്തോട് പറയാം. ലോകം അറിയുന്നില്ല. നീയും ദൈവവുമായിട്ട് മാത്രമുള്ള സംസർഗമാണ്. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നിന്നെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്ന പ്രയാസ പ്രതിബന്ധങ്ങളിൽ നിന്ന്, അത് രോഗത്തിൻ്റേതായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന്, അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം തേടിക്കൊണ്ടുള്ള ആ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. സൈന്യം അബ്ശലോമുമായിട്ട് ഓടി വരികയാണ്. അവനെ തോൽപ്പിക്കുവാൻ യാതൊരു മാർഗവുമില്ല. കാരണം ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ ഒരു വലിയ വിഭാഗം അവനോട് ചേർന്ന് കഴിഞ്ഞു. ദാവീദ് വിശ്വസിച്ചിരുന്ന ആലോചനക്കാർ അവനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു, അബ്ശലോമിനോടൊപ്പം. ദാവീദിനെ കൊല്ലുവാനാണ് അവൻ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ദാവീദിനെ പിന്തുടരുകയാണ്, സ്വന്തം അപ്പനെ കൊല്ലുവാനായിട്ട്, സൈന്യവുമായിട്ട്. എവിടെയാണ് പ്രതിരോധമില്ല. ദാവീദ് ഓടുകയാണ്, യഹൂദ മരുഭൂമിയിലേക്ക് ഓടുകയാണ്. അവിടെ വെച്ച് ശിമയി അവനെ ശപിക്കുകയാണ്. ദാവീദ് ഓടിപ്പോകുമ്പോൾ അവൻ്റെ മേത്ത് കല്ലും മണ്ണും വാരിയെറിയുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഒരു പ്രതിരോധമില്ലാതെ ഓടുകയാണ്. ഒരു പ്രതിവിധിയുമില്ല. എന്താണ്? അബ്ശലോം പിടിച്ചാൽ ഉടൻ കൊല്ലപ്പെടും. പിന്നെ നാശമാണ്, അവനും അവൻ്റെ സർവ്വത്തിലും നാശമാണ്. ഈ കൊറോണ സമാനമായ പ്രതിസന്ധിയാണ്. You find everything will be lost. There is no defense. He is running away from his son who has rebelled against him, when he has declared himself the king. There is no solution at all. He is trying to escape and he is following with the soldiers. There is no solution at all. And disaster is awaiting. That's already there. നാശത്തിൻ്റെ വ്യാപനമാണ് മുൻപിലുള്ളത്. പക്ഷേ ആ സന്ദർഭത്തിലും ദാവീദ്
പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, അതിരാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കും. സൈന്യം വന്നുകൊള്ളട്ടെ, പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ, പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല, അവർ ഏറ്റവും സങ്കടകരമായ കാര്യം മറ്റുള്ളവരെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. 3-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും 2-ാമത്തെ വാക്യത്തിൽ, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ദൈവം പോലും അവനെ രക്ഷിക്കുന്നില്ല. ദൈവമാണ് അവനെ ഒരു ആട്ടിടയൻ്റെ പദവിയിൽ നിന്ന് ഉയർത്തി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരുത്തി ഇസ്രായേലിൻ്റെ ചെങ്കോൽ അവന് കൊടുത്തതാണ്. എന്നാൽ ആ ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, രക്ഷയില്ലെന്നാണ് പറയുന്നത്. അതവൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അവൻ്റെ ശത്രുക്കളെ കണ്ട് അവൻ ഭയപ്പെടുകയാണ്. പക്ഷെ അവൻ പ്രാർത്ഥിക്കുകയാണ്. യഹൂദ മരുഭൂമിയിലേക്ക് അവൻ ഓടി. അവിടെ നിന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. അതിശക്തമായിട്ടുള്ള ഒരു സൈന്യവുമായിട്ടാണ് ദാവീദിനെ അബ്ശാലോം പിന്തുടരുന്നത്. ദാവീദിനെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. അവൻ്റെ കൂടെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. കൊട്ടാരം നഷ്ടപ്പെട്ടു, സിംഹാസനം നഷ്ടപ്പെട്ടു, പ്രജകളെ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദ് ഓടുകയാണ്, ഒരു രാജാവ് ഓടുകയാണ്. രഥമില്ല, കുതിരയില്ല, ഒന്നുമില്ല, ഓടിപ്പോവുകയാണ് ജീവരക്ഷാർത്ഥം. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവന് ബലമായിട്ടൊന്നുണ്ട്. അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവനെ വിളിച്ച് വേർതിരിച്ച ദൈവം അവൻ്റെ ബലമാണ്. ദൈവം അവൻ്റെ പ്രത്യാശയാണ്. ദൈവം അവൻ്റെ പ്രതീക്ഷയാണ്. ദൈവം അവൻ്റെ ഗോപുരമാണ്, അവൻ്റെ പാറയാണ്. അവൻ അതുവരെ പാടിയ സങ്കീർത്തനങ്ങളൊക്കെയും അവൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അവിടെ പതറുകയല്ല, എൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു എന്ന് പറയുകയല്ല, ഞാൻ സ്നേഹിച്ച മകൻ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുകയല്ല, ദൈവമേ നീയാണല്ലോ എന്നെ സിംഹാസനത്തിൽ ഇരുത്തിയത്, അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറയുകയല്ല. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് ഓടുകയാണ്. അബ്ശാലോം അതെ ഓടിപ്പുറകിൽ വന്നു, കഴുതപ്പുറത്ത് വന്നു. വളരെയധികം തലമുടിയുള്ളവനായിരുന്നു. തലമുടി ഒരു കരുവേലകത്തിൽ കുരുങ്ങി ആകാശത്തിനും ഭൂമിക്കും മീതെ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. കഴുത ഓടിപ്പോയി. അവന് താഴെ ചവിട്ടുവാൻ കഴിയുന്നില്ല. ഈ തലമുടിയേൽ അവൻ ചുറ്റി ഒരുപാട് നീളമുള്ള തലമുടിയുള്ള സുന്ദരനായ മനുഷ്യനാണ് അബ്ശാലോം. തൂങ്ങിക്കിടക്കുകയാണ്, രക്ഷിക്കുവാൻ ആരുമില്ല, ആരും കാണുന്നില്ല. യോവാബ് കണ്ടു. അവൻ വന്ന് അവനെ അവിടെ ഇട്ട് അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് അവൻ പ്രഖ്യാപിച്ചു, ദാവീദിന് ജയം. ദാവീദ് കേട്ടു. ദാവീദിന് ജയം പ്രഖ്യാപിക്കുവാൻ കഴിയണമെങ്കിൽ അബ്ശാലോം കൊല്ലപ്പെടണം. ദാവീദ് അറിഞ്ഞാൽ അവനെ കൊല്ലുകയില്ല, അടിച്ചു കൊന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര വലിയവയാണ്. സൈന്യം മുഴുവൻ അവനോടൊപ്പം ഉണ്ട്. അഹീത്തോഫേൽ എന്ന് പറഞ്ഞ അവന് ഉപദേശം കൊടുക്കുന്ന പ്രവാചകൻ അവനോടൊപ്പം ഉണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. കൊട്ടാരം അവൻ്റെ കസ്റ്റഡിയിലായി, പ്രജകളൊക്കെ അവനോടൊപ്പം അണിനിരന്നു. പക്ഷേങ്കിൽ അവനോടൊപ്പം ദൈവമില്ലായിരുന്നു. ദാവീദിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി ദൈവത്തെ വിളിക്കുവാൻ യഹൂദ മരുഭൂമിയിലേക്ക് ഓടുകയാണ്. യഹൂദ മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ജനവാസമില്ല. അവൻ അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്, നീ എൻ്റെ ദൈവം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ അധികാലത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. അധികാലത്ത് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. നന്നാ രാവിലെ സായനമാവുമ്പോഴേക്കും ഇതാ തൻ്റെ ഓമന പുത്രൻ, താൻ സ്നേഹിച്ച വാത്സല്യത്തോടെ വളർത്തിയ മകൻ എന്നേക്കുമായിട്ട് തീർന്നു പോയിരിക്കും. തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രാജാവായവൻ എവിടെ? അതെ, അതിദാരുണമായി
കൊല്ലപ്പെട്ടിരിക്കുന്നത്. യെരൂശലേമിൽ പോകുമ്പോൾ ഇപ്പോഴും അബ്ശാലോമിൻ്റെ കല്ലറ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇതൊന്നും കെട്ടുകഥകളല്ല, ചരിത്ര സത്യങ്ങളാണ്. അതുകൊണ്ട് ഭയാനകമായ പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, കൊറോണ വൈറസ് വന്നുകൊള്ളട്ടെ, മഹാമാരി വന്നുകൊള്ളട്ടെ, ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ അവൻ സൂക്ഷിക്കും, അവൻ നിന്നെ പരിപാലിക്കും, അവൻ നിന്നെ വഴി നടത്തും. പക്ഷേ രാവിലത്തെ ഉറക്കത്തെയൊക്കെ മാറ്റണം. ശലോമോൻ തുടർന്ന് പറയുകയാണ്, കുറേ കൂടി ഉറക്കം, കുറേ കൂടി മയക്കം, കുറേ കൂടി കൈകെട്ടി കിടപ്പ്. കൈകെട്ടി രാവിലെ കുറച്ചുകൂടെ ഉറങ്ങി, പിന്നെ കുറച്ചുകൂടെ മയക്കം, പിന്നെയും കൈകെട്ടി കിടപ്പ്. പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവത്തോട് സംസർഗം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിൻ്റെ കാവൽ ചോദിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വാത്സല്യം നുകരുവാൻ കഴിയുമോ? എന്നാൽ നീ നന്നായ കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തും. ദമാസ്കോസിൻ്റെ തെരുവീതിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു തൻ്റെ ശിഷ്യനായ അനന്യാസിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് എന്ന് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ചെല്ലുക, അവിടെ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അഡ്രസ്സ് സ്വർഗത്തിനറിയാം. 3 ദിവസം മുൻപ് ഡമാസ്കോസിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിന് തോന്നുന്നൊരു വലിയ വെളിച്ചം അവനെ തള്ളി താഴെയിട്ടു. അവൻ അന്ധനായി തീർന്നു. അതുവരെയും അവൻ സഭയെ ഉപദ്രവിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവൻ കൂട്ടുനിന്നു. ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ട് യഹൂദ സഭയുടേതായിട്ടുള്ള നേതാവായിട്ട് വിരാജിക്കുമ്പോൾ ദമാസ്കോസിലെ വിശ്വാസികളെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുവാൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രവുമായിട്ട് വരുമ്പോഴാണ് അവൻ ആ വലിയ വെളിച്ചത്തിൻ്റെ മിന്നലേറ്റ് താഴെ വീഴുന്നത്. നീ ആരാകുന്ന കർത്താവേ? ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അതെ, നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒന്നേ നിനക്ക് തിരിച്ച് യെരൂശലേമിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡമാസ്കോസിലേക്ക് ചെല്ലുക. അവൻ യേശുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു. യേശുവിനെ മനസ്സിലാക്കുവാൻ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവൻ കടന്നുപോയി. അവൻ 3 ദിവസം ഉപവസിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസമാണ് യേശു അനന്യാസിനെ തൻ്റെ ശിഷ്യന് വെളിപ്പെടുന്നത്. ശൗലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ അനന്യാസ് പറഞ്ഞു, അവനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം അവൻ നമ്മുടെ സഹോദരങ്ങളെ പിടിക്കുവാനായിട്ട് വന്നിരിക്കുന്നവനാണ്, അവൻ അധികാരപത്രവുമായിട്ട് വന്നിരിക്കുന്നവനാണ്. പക്ഷേ കർത്താവിന് അവനെക്കുറിച്ച് പറയാനുള്ളത് ഇതായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസിന് അവൻ എവിടെ താമസിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ അന്വേഷിക്കുക, അവിടെ തർസോസുകാരനായ ശൗൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം രേഖപ്പെടുത്തും. നീ എവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നാലും, ഒരുപക്ഷെ ക്വാറന്റൈനിലായിരിക്കാം, ആശുപത്രിയുടെ ഉൾമുറിയിലായിരിക്കാം, അല്ലാതെ ഭവനത്തിൽ ഏകാഗിയായിട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നീ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും. യേശുവിന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയും. പക്ഷെ അതിനൊരു പരമാർത്ഥതയുണ്ടാകണം. യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിനെ അനുസരിക്കുവാൻ ശൗൽ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവൻ മുൻപോട്ട് വീണ്ടും പോയത്, അന്ധനായ അവസ്ഥയിലും പോകുന്നത്. അന്ധതയ്ക്ക് ലോകത്തിൽ യാതൊരു രീതിയിലുള്ള ചികിത്സാക്രമങ്ങളും ഇല്ല. സൗഖ്യം നൽകുവാനൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് അവൻ ഡമാസ്കോസിലേക്ക് പോകുന്നത്. കർത്താവ് അവനോട് ഞാൻ നിനക്ക് കാഴ്ച തരാമെന്ന് പറഞ്ഞില്ല. അവനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ മഹാമാരിയുടെ അവസ്ഥയിലാണ് അവൻ ആയിരിക്കുന്നത്. പ്രതിരോധമില്ല, കാഴ്ച നഷ്ടപ്പെട്ടു, പ്രതിവിധിയില്ല. അന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിതം നാശകരമാണ്. ഈ 3 അവസ്ഥയിലാണ് അവൻ ചെല്ലുന്നത്. പക്ഷെ അവൻ ദൈവത്തോട് നിലവിളിച്ചു. 3 രാവും 3 പകലും അവനോട് ഉപവസിക്കുകയാണ്.
അവൻ ചെയ്തു പോയ കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ച് ഓർത്തവൻ പശ്ചാത്തപിക്കുകയാണ്. സ്തേഫാനോസിനെ കല്ലെറിയുന്നതിന് സാക്ഷി നിന്നവനാണ്. അനേക വിശ്വാസികളെ അവൻ തകർത്തവനാണ്. ഭവനങ്ങൾ നശിപ്പിച്ചവനാണ്. ആ 3 രാവും 3 പകലും അവൻ അവിടെ നിന്ന് നിലവിളിക്കുകയാണ്. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം രേഖപ്പെടുത്തും. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളൊക്കെ വിട്ടിട്ട് ടെലിഫോൺ കോളുകൾ സന്ദർശകരുടേതായിട്ടുള്ള, ഇപ്പോൾ സന്ദർശകരില്ല എന്ന് പറഞ്ഞേക്കാം, പക്ഷേ മറ്റനേകമായിട്ടുള്ള ഉപദ്രവങ്ങളെന്ന് ഞാൻ പറയും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നത്. ടെലിഫോൺ വരുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കാം. പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുവാൻ, തകർക്കുവാൻ പിശാച് വലിയ തന്ത്രങ്ങളായിരിക്കും മെനയുന്നത്. എന്നാൽ ലോകമുറങ്ങുമ്പോൾ അവൻ്റെ യാതൊരു തന്ത്രവും ഫലിക്കുകയില്ല. അവൻ ആരെ ഉണർത്തിക്കൊണ്ടും നിന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ അതിന് നീ ഒരു പ്രാർത്ഥനാ സമയം ക്രമീകരിക്കണം കേട്ടോ. ഇനിയും കൊറോണ കഴിഞ്ഞു പോയാലും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വേറിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സമയം ക്രമീകരിക്കണം. എന്നും അവൻ്റെ സന്നിധി ഇരിക്കുക. ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന വിശ്വാസവീരന്മാർക്കെല്ലാം അപ്രകാരം ഒരു പ്രത്യേക സമയമുണ്ടായിരുന്നു. എപ്പോൾ? നന്നാ വെളുപ്പിന്. മാർട്ടിൻ ലൂതർ അപ്രകാരം 4 മണിക്കൂർ ദൈവസന്നിധിയിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ നീ ഉണരണം. ഉണർന്ന് അവൻ്റെ സന്നിധിയിലിരിക്കണം. നീ അവനോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവൻ നിന്നോട് നിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പ്രയാസങ്ങളും ആകുലങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ അവൻ്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ മാറ്റിക്കളയും. നേരിടേണ്ടതിനെ നേരിടുവാനുള്ള ശക്തിയും കൃപയും പ്രാപ്തിയും നൽകി മുൻപോട്ട് നയിക്കും. അവൻ നമ്മോട് കൂടെ കടന്നു വരും. പലപ്പോഴും എൻ്റെ ഭാരങ്ങളുമായിട്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിരിക്കുമ്പോൾ ചിലപ്പോഴെങ്ങനെയാണ് ഞാനിതിനെ നേരിടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. I am with you, don't be bothered at all. There are times when I find great difficulty in facing the situations that are going to happen during the day. You see, there are so many questions which I have to answer, so many problems which has to be solved. So I take refuge at the feet of the Master in the early hours of the day, while it is dark everywhere, when everybody is asleep. Then I tell him, Lord, I don't know how to go forward, Master. Just I don't know. Then he said, don't worry, I am with you. He is with me. Even in this moment, he is with me. There are times when I am sick, when I cannot go forward, when I feel that things are bad and I cannot do a ministry or do a worship. In all such situations, he is there to strengthen you. But you have to be at his feet. Because of the many interferences, your prayer life will be disturbed. You cannot pray in solitude. You cannot pray in solidarity. Your prayer time should be special before the Lord. Then he will come to you. അവന് വേണ്ടിയിട്ടൊരു സമയം വേർതിരിക്കണം. കൊറോണ വരും പോവും, നിനക്കത് വിഷയമല്ല. ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അതെ, അവൻ നിന്നെ സൂക്ഷിക്കേണ്ടതിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ തങ്ങളുടെ കൈകൾ നിന്നെ വഹിക്കും. പക്ഷെ ആരോടാണിത് പറയുന്നത്? തന്നെ അന്വേഷിക്കുന്നവരോട്. തനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ, തന്നോട് ആലോചന ചോദിക്കുവാൻ, തങ്ങളുടെ സകലതും തന്നിൽ സമർപ്പിക്കുന്ന തൻ്റെ ഭക്തന്മാരെയാണ് അവൻ സൂക്ഷിക്കുന്നത്. അവരെയാണ് അവൻ പരിപാലിക്കുന്നത്. അവരെയാണ് അവൻ വഴി നടത്തുന്നത്. ഒരു രോഗവും ബാധിക്കാതെ നിൻ്റെ കൂടാരത്തെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. അഥവാ ഇനി രോഗം വന്നാൽ അതിന് വിടുവിക്കുന്നത് ദൈവമാണ്. എത്രയോ സഹോദരങ്ങൾ വിടുതലിനെ കുറിച്ച് എന്നെ അറിയിച്ചിട്ടുണ്ട്, മിരാക്കുലസ് ആയിട്ട്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്നൊരു ശുശ്രൂഷയിൽ സ്മെല്ലിംഗ് കപ്പാസിറ്റി, അതായത് മണം എന്നുള്ള ഇതിൻ്റെ രോഗത്തിന് 2 ലക്ഷണങ്ങളാണ്, രുചിയും മണവും. അത് ആ മണം നഷ്ടപ്പെട്ടൊരു സഹോദരി ആ
ശുശ്രൂഷ സംബന്ധിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ ചാരേ ചാരേ എൻ ചാര വരുമൻ സ്നേഹസ്വരൂപനെ കണ്ടുവെന്നുള്ള ആ പാട്ട് പാടിക്കൊണ്ട് അവിടെ ശുശ്രൂഷ നയിക്കുമ്പോൾ പെട്ടെന്ന് ആ സഹോദരിക്ക് ആ മണം തിരിച്ചു കിട്ടിയതായിട്ട് തോന്നി. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അവൾ ഭർത്താവിനെ പറഞ്ഞു, എനിക്ക് തോന്നി കർത്താവിൻ്റെ രോഗസൗഖ്യമാക്കി ഇപ്പോഴേക്കും മണപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ ചെന്ന് പെർഫ്യൂം എടുത്ത് അടിച്ചു നോക്കാം, നിനക്ക് മണം കിട്ടുമെന്നറിയാൻ. വീട്ടിൽ ചെന്ന് 2-3 തരം പെർഫ്യൂം അടിച്ചപ്പോൾ എല്ലാത്തിനും വ്യത്യസ്തങ്ങളായ മണമാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും കേട്ടോ. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥനയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് കൊറോണ വൈറസ് ബാധിച്ചെന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ നിയന്ത്രിക്കുവാനും നശിപ്പിക്കുവാനും യേശുവിന് കഴിയും. അവിടെ നീ പതറരുത്, നിൻ്റെ വിശ്വാസം തകരരുത്. നീ പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കണം. അവൻ സകലത്തിലും സർവ്വത്തിലും നിന്നെ നയിക്കുവാൻ മതിയായ ദൈവമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആദ്യകാലത്ത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാം. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത്. തീർച്ചയായും ആ പ്രാർത്ഥനയെ കുറച്ച് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലുപരിയായി കർത്താവിൻ്റെ സാന്നിധ്യം സദാ അനുഭവിക്കുവാൻ തക്കവണ്ണം അവനോട് കൂടെ വസിച്ച് അവൻ്റെ കൃപകളെ ജ്വലിപ്പിച്ചുകൊണ്ട് അവൻ്റെ കാവലിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവരുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവുമായിട്ട് കടന്നു പോകുന്നൊരവസ്ഥ, അത് ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനകളിൽ തീർച്ചയായും സാധ്യമാണ്. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ മുൻപുള്ള മഹാമാരിയെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അധികാലത്ത് അങ്ങേ അന്വേഷിക്കുവാൻ തക്കതിനുവണ്ണം ബലഹീനരായ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ലോകം അവനെ തുറച്ചു നോക്കിയപ്പോൾ, കർത്താവ് ഈ മഹാമാരി പോലെ പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ, നാശത്തിൻ്റേതായിട്ടുള്ള പടിവാതിക്കൽ പ്രതീക്ഷകൾ അസ്തമിച്ച അവസ്ഥയിൽ, എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനേകമായ അവസരങ്ങളിൽ പ്രാപിച്ച ആ വലിയ അനുഭവം ഞങ്ങൾ കേട്ടു. ഈ ജീവിതയാത്രയിൽ ഇന്ന് കർത്താവെ, ഈ മഹാമാരി മൂലം കഷ്ടങ്ങളും നഷ്ടങ്ങളും വ്യഥകളും വേദനകളുമായി കടന്നു വന്നിരിക്കുന്ന ജനത്തിന് അധികാലത്ത് അങ്ങേ അന്വേഷിക്കുവാനും അവിടുത്തെ സൗഖ്യവും സാന്ത്വനവും സമാധാനവും കൈവരിക്കുവാൻ തക്കതിനുണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ഇതിൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ പ്രാർത്ഥിച്ച തർശോസുകാരനായ ശൗലിൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ്, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ അടിയങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കുകയും ഉത്തരവരുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബിജു, ബെൻസി, റോബി, ബോബി ആൻഡ് ടോബി, ടൊറന്റോ.